ഓം ശാന്തി 6/4/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ശ്രീമത്ത് അനുസരിച്ച് നല്ല സേവനം ചെയ്യുന്നവർക്കാണ് രാജ്യാധികാരത്തിൻ്റെ പ്രൈസ് ലഭിക്കുന്നത്. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ബാബയുടെ സഹായി ആയിരിക്കുന്നു. ഇതിനാൽ നിങ്ങൾക്ക് വളരെ വലിയ പ്രൈസ് ലഭിക്കുന്നു. സത്യയുഗത്തിലെ രാജ്യാധികാരത്തിൻ്റെ സമ്മാനം ആർക്കാണ് ലഭിക്കുന്നത്? ബാബ പറയുന്നു, ശ്രീമത്ത് അനുസരിച്ച് വളരെ നല്ല സേവനം ചെയ്യുന്നവർക്കാണ് രാജ്യാധികാരത്തിൻ്റെ സമ്മാനം ലഭിക്കുന്നത്. ആദ്യത്തേത്, ബാബയുടെ ശ്രീമതം എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കണം ആ സേവനം. ശ്രീമതം നമ്മെ പഠിപ്പിക്കുന്നത് ഏതു പ്രകാരത്തിലുള്ള സേവനമാകട്ടെ, എത്ര സേവാഭാവത്തോടെ ചെയ്യുന്നുവോ അത്രയുമാണ് നമ്മൾക്ക് ശേഖരണം ഉണ്ടാകുന്നത്. കർമ്മം വളരെ നന്നായി ചെയ്യാൻ ലോകത്തിലുള്ളവർക്കും അറിയാം. എന്നാൽ സേവാഭാവനയോടെ, പരിധിയില്ലാത്ത ഭാവനയോടെ, ആത്മീയ ഭാവത്തോടെ ചെയ്യുന്ന സേവനമാണ് ശ്രീമതമനുസരിച്ചുള്ള സേവനം. ഒപ്പം ശരീരം, മനസ്സ്, ധനം കൊണ്ടുള്ള സേവനവും ഉണ്ട്. ഇപ്രകാരമുള്ള സേവനത്തിലൂടെയാണ് രാജ്യാധികാരം നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾ ഓരോ കുട്ടികളും ബാബയുടെ സഹായികളാണ്. അതിനാൽ നമ്മൾക്ക് വിചാരിക്കുന്നതിലും വലിയ സമ്മാനമാണ് ലഭിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ലക്ഷ്യത്തെ ചെറുതാക്കരുത്. ഏറ്റവും ഉയർന്നത് തന്നെ ആക്കണം. അത് ബാബ നമ്മൾക്ക് തന്നിട്ടുള്ള ലക്ഷ്യമാണ്, ലക്ഷ്മി നാരായണനെ പോലെ ആകുക എന്നത്. ആ ലക്ഷ്യം വെച്ച് ശ്രീമതം അനുസരിച്ച് മുന്നോട്ടു പോകുമ്പോൾ ഏറ്റവും വലുതിലും വലിയ സമ്മാനം തന്നെ നമ്മൾക്ക് ലഭിക്കുന്നു. ചോദ്യം: ബാബയുടെ ജ്ഞാന ഡാൻസ് ഏതു കുട്ടികളുടെ മുന്നിലാണ് വളരെ നന്നായി നടക്കുന്നത്? ഉത്തരം: ആർക്കാണോ ജ്ഞാനത്തിൽ താൽപ്പര്യമുള്ളത്, യോഗത്തിൻ്റെ ലഹരിയുള്ളത്, അവരുടെ മുന്നിൽ ബാബയുടെ ജ്ഞാന ഡാൻസ് വളരെ നന്നായി നടക്കുന്നു. വിദ്യാർത്ഥികൾ നമ്പർ വാറാണ്. എന്നാൽ ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള സ്കൂളാണ്. പലർക്കും അല്പം പോലും ജ്ഞാനമില്ല, ഭാവനയോടെ ഇരിക്കുകയാണ്. ആ ഭാവനയുടെ ആധാരത്തിലും സമ്പത്തിൻ്റെ അധികാരി ആയിത്തീരുന്നു. ബാബയുടെ ജ്ഞാന ഡാൻസ് എന്നാൽ ബാബ എപ്പോഴാണോ പഠിക്കുന്ന കുട്ടികളെ കാണുന്നത്, അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടെ കേൾക്കുന്ന കുട്ടികളെ കാണുന്നത്, അപ്പോൾ ബാബയ്ക്കും നല്ല ലഹരി വരുന്നു, മനോഹരമായ പോയിന്റുകൾ പറയുന്നു. എന്നാൽ ആരാണോ മുന്നിലിരിക്കുന്നത് അവർ ഭാവനയുടെ മാത്രം ആധാരത്തിലിരിക്കുകയാണ് എങ്കിലും അതിനും അവർക്ക് ഫലം ലഭിക്കുന്നു. ഭാവനയ്ക്കനുസരിച്ച് തീർച്ചയായും ഭഗവാൻ അവർക്ക് നൽകുന്നു. എന്നാൽ ഭാവനയേക്കാൾ ഏറെ എപ്പോഴാണോ തിരിച്ചറിവ് വരുന്നത്, ഈ തിരിച്ചറിവ് ജ്ഞാനത്തിൻ്റെ ആധാരത്തിലാണ്. നാം ഭഗവാനെ ഒന്നുമറിയാതെ ഭഗവാനാണ്, ഉയർന്നവനാണ് എന്ന രീതിയിൽ നോക്കുന്നതും പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ട് നോക്കുന്നതും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. അതിനാൽ ആർക്കാണോ ജ്ഞാനത്തിൽ താല്പര്യമുള്ളത്, യോഗത്തിൽ വളരെ ലഹരിയുള്ളത്, അവരുടെ മുന്നിലാണ് ബാബയുടെ ജ്ഞാന ഡാൻസ് നടക്കുന്നത്. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, തീർച്ചയായും വിദ്യാർത്ഥികൾ സംഖ്യാക്രമത്തിൽ തന്നെയാണ്. അതിനാൽ ഇത് വളരെ അത്ഭുതകരമായ സ്കൂളാണ്. പലർക്കും ജ്ഞാനത്തെക്കുറിച്ച് വലിയ വിവേകമില്ല. എന്നാൽ ചിലർക്കാണെങ്കിൽ വളരെ നന്നായി തിരിച്ചറിഞ്ഞ് അവർ ബാബയുടെ ശ്രീമത്തിനനുസരിച്ച്, മുരളിക്കനുസരിച്ച്, ജ്ഞാന ഡാൻസിനനുസരിച്ച് മുന്നോട്ടു പോകുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആത്മാവാകുന്ന ജ്യോതിയെ പ്രജ്വലിതമാക്കുന്നതിന് അതിരാവിലെ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ഓർമ്മയിലൂടെയാണ് തുരുമ്പ് മാറുന്നത്.
ആത്മാവിൽ എന്ത് കറയാണോ പറ്റിയിട്ടുള്ളത് അത് ഓർമ്മയിലൂടെ മാറ്റി സത്യമായ സ്വർണമാകണം. 2. ബാബയിൽ നിന്ന് ഉയർന്ന പദവിയുടെ സമ്മാനം എടുക്കുന്നതിന് ഭാവനയോടൊപ്പം തന്നെ ജ്ഞാനവാനും ഗുണവാനും ആകണം. സേവനം ചെയ്ത് കാട്ടണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ആത്മാവാകുന്ന ജ്യോതിയെ പ്രജ്വലിതമാക്കുന്നതിന് അതിരാവിലെയുള്ള യോഗം വളരെ വളരെ അത്യാവശ്യമാണ്. അതിരാവിലെ എന്നുദ്ദേശിക്കുന്നത് 2 മണി മുതൽ 4:45 വരെയുള്ള സമയമാണ്. ഇതിനിടയിൽ ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നതിലൂടെ ആത്മാവിൽ നിന്ന് തുരുമ്പ് മാറുന്നു. ആ സത്യമായ സ്വർണത്തിൽ വന്ന കറയെല്ലാം മാറിപ്പോകുന്നു. ആത്മാവ് ശുദ്ധമായി തീരുന്നു. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയിൽ നിന്ന് ഏറ്റവും ഉയർന്ന സമ്മാനം എടുക്കുന്നതിന് ഭാവന ഉണ്ടായിരിക്കുക തന്നെ വേണം. എന്നാൽ അതിനോടൊപ്പം ജ്ഞാനിയും ഗുണവാനും ആകണം. ജ്ഞാനി എന്നാൽ ബാബ എന്തു പറയുന്നുവോ അത് മനസ്സിലാക്കുന്നവരാണ്. ഗുണവാൻ എന്നാൽ എന്തു ബാബ പറഞ്ഞുവോ അത് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ്. എന്നാൽ ഭാവനയുള്ളവർ എന്നാൽ ഇവ രണ്ടും മനസ്സിലാക്കിയെന്ന് വരില്ല. ഭഗവാനാണിരിക്കുന്നത് എന്ന ഭാവനയിൽ ഇരിക്കുന്നവരാണ്. ഇവ 3ഉം തീർച്ചയായും വേണം. എന്നാലാണ് ഉയർന്ന സമ്മാനമെടുക്കാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം സേവനം ചെയ്ത് കാട്ടുകയും വേണം. വരദാനം: ചലനത്തിലൂടെയും മുഖത്തിലൂടെയും പവിത്രതയുടെ അലങ്കാരത്തിന്റെ തിളക്കം കാട്ടുന്ന അലങ്കാരി മൂർത്തരായി ഭവിക്കട്ടെ. പവിത്രത ബ്രാഹ്മണ ജീവിതത്തിന്റെ അലങ്കാരമാണ്. ഓരോ സമയവും പവിത്രതയുടെ അലങ്കാരത്തിന്റെ അനുഭവം മുഖത്തിലൂടെയും ചലനത്തിലൂടെയും മറ്റുള്ളവർക്ക് ഉണ്ടാകണം. ദൃഷ്ടിയിലും മുഖത്തും കൈകളിലും കാലുകളിലും സദാ പവിത്രതയുടെ അലങ്കാരം പ്രത്യക്ഷമായിരിക്കണം. ഓരോരുത്തരും വർണ്ണിക്കണം, ഇവരുടെ ഫീച്ചേഴ്സിലൂടെ പവിത്രത കാണപ്പെടുന്നു. നയനങ്ങളിൽ പവിത്രതയുടെ തിളക്കം വേണം. മുഖത്തിലൂടെ പവിത്രതയുടെ പുഞ്ചിരി വേണം. മറ്റൊരു കാര്യവും അവർക്ക് കാണപ്പെടരുത്. ഇതിനെയാണ് പറയുന്നത് പവിത്രതയുടെ അലങ്കാരത്താൽ അലങ്കൃതമായ മൂർത്തി എന്ന്. പവിത്രത ബ്രാഹ്മണ ജീവിതത്തിന്റെ ശ്വാസമാണ്, അലങ്കാരമാണ്, ആധാരമാണ്. ഈ പവിത്രത നമ്മളുടെ മുഖത്തിലൂടെ ചലനത്തിലൂടെ എല്ലാവർക്കും കാണപ്പെടണം. ദൃഷ്ടിയിലൂടെയും മുഖത്തിലൂടെയും കൈകളിലൂടെയും കാലുകളിലൂടെയും പവിത്രതയുടെ അലങ്കാരം കാണപ്പെടണം. ഇതല്ലാതെ മറ്റൊന്നും കാണപ്പെടരുത്. അപ്പോഴാണ് അലങ്കാര മൂർത്തി എന്ന് അറിയപ്പെടുന്നത്. സ്ലോഗൻ: വ്യർത്ഥമായ സംബന്ധ സമ്പർക്കവും അക്കൗണ്ട് കാലിയാക്കുന്നു. ഇതിനാൽ വ്യർത്ഥത്തെ സമാപ്തമാക്കൂ. അനാവശ്യമായ സംബന്ധ സമ്പർക്കങ്ങൾ നമ്മളുടെ എനർജി കാലിയാക്കുന്നു. എനർജി മാത്രമല്ല, നമ്മളുടെ ഗുണങ്ങളും ശക്തികളും എല്ലാത്തിലും അതിൻ്റെ പ്രഭാവമുണ്ടാകുന്നു. അതിനാൽ വ്യർത്ഥമായതിനെ സമാപ്തമാക്കണം. ഓം ശാന്തി.